നമസ്കാരം. മോളിവുഡ് ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻരാജ് എന്ന് പറഞ്ഞാൽ അത്ര വേഗം ആർക്കും മനസ്സിലാവണമെന്നില്ല. എന്നാൽ കീരിക്കാടൻ ജോസിനെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. 300ഓളം സിനിമകളിലായി നിരവധി കഥാപാത്രങ്ങളെയാണ് കീരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് അവതരിപ്പിച്ചത്. കിരീടത്തിലെ സേതുമാധവനെ വിറപ്പിച്ചാണ് കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രം മലയാള മനസ്സുകളിൽ ഇടം പിടിക്കുന്നത്. ആ ഒരു സിനിമയിലെ ഉഗ്രൻ പെർഫോമൻസ് ആണ് മോഹൻരാജ് എന്ന അതുല്യ നടനെ എക്കാലത്തും കീരിക്കാടൻ ജോസാക്കി മാറ്റിയതും. മലയാളത്തിന്റെ വെള്ളിത്തിരയ്ക്ക് എന്നും ഓർത്തുവെക്കാൻ ഉശിരുള്ള ഒരു പിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് മോഹൻരാജ് നമ്മളോട് വിട പറയുന്നത്. 1988 പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള അരങ്ങേറ്റം. ആറാം തമ്പുരാൻ, ചെങ്കോൽ, നരസിംഹം എന്നീ സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് തിയേറ്ററുകൾ നൽകിയത് ഉഗ്രൻ കയ്യടിയാണ്. പിന്നീട് അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർഗോഡ് ഖാദർബായി, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, ആറാം തമ്പുരാൻ, വാഴുന്നോർ, പത്രം, നരൻ, ഹലോ, മായാവി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയങ്ങളും സിനിമാ പ്രേമികളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടില്ല. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും മോഹൻരാജ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തമിഴിൽ 9ഉം തെലുങ്കിൽ 31 ചിത്രങ്ങളുടെയും ഭാഗമായിരുന്നു അദ്ദേഹം. പക്ഷേ 2008 ശേഷം മലയാള ചിത്രത്തിലേക്ക് മാത്രമായി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ചുരുങ്ങി. ഇതിനിടയിൽ ഇടവേളകളും ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതാണ് നടന്റെ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കാരണമെന്നാണ് കരുതുന്നത്. 2015 ചിറകൊടിഞ്ഞ കിനാക്കളിൽ വേഷമിട്ട മോഹൻരാജ് 2022 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം റൊഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ താമസമാക്കിയ അദ്ദേഹം പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ഏറെ കാലമായി ചികിത്സയിലായിരുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത്. 300ഓളം സിനിമകളിലൂടെ നിരവധി കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട നടന് ആദരാഞ്ജലികൾ.